മെക്കാനിക്കൽ ടെൻഷൻ ദാറ്റ് ഇസ് വാട്ട് ആക്ച്വലി ഗ്രോസ് മസിൽ. ഹയർ ലെവൽസ് ഓഫ് മെക്കാനിക്കൽ ടെൻഷൻ കാരണം മസിൽ സെൽസിൽ ഒരു സാർക്കോമിയർ ലെവലിൽ സ്ട്രക്ചറൽ ഡാമേജ് നടക്കുന്നുണ്ട്. ഈ സാർക്കോമിയർ ലെവലിൽ സ്ട്രക്ചറൽ ഡാമേജ് നടക്കുന്നത് കൊണ്ട് കൂടുതൽ കാൽഷ്യം അയോൺസ് ഡെപ്പോസിറ്റ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. എക്സസ് കാൽഷ്യം ഡെപ്പോസിഷൻ കാരണം കാൽപെയിൻ എൻസൈംസ് സ്റ്റിമുലേറ്റഡ് ആവാണ്. ഈ കാൽപെയിൻ എൻസൈംസ് നമ്മുടെ മസിൽസിലുള്ള മയോഫിലമെന്റ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഈ പ്രോസസ്സിൽ WBC അല്ലെങ്കിൽ ല്യൂക്കോസൈഡ്സിന്റെ അപ്പ് റെഗുലേഷൻ നടക്കാണ് ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽ റീപെയർ ചെയ്യാനായിട്ട്. ഈ മസിൽ സെൽസിന്റെ ഉള്ളിൽ എക്സസ് ആയിട്ടുള്ള കാൽഷ്യം ഡെപ്പോസിഷൻ നടക്കുന്നത് കൊണ്ട് അവിടെ ഒരു ഓസ്മോലാരിറ്റിയിൽ കോൺസെൻട്രേഷൻ ലെവൽസിൽ ഒരു ചേഞ്ച് വരണം. ഈ ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് ഉള്ളത് കൊണ്ട് പുറത്തുള്ള ഫ്ലൂയിഡ് സെല്ല് ഉള്ളിലേക്ക് പുള്ള് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിനാണ് സെൽ സ്വെല്ലിംഗ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്ന് നമ്മൾ പറയാറുള്ളത്. ഇൻഫ്ലമേഷൻ നമ്മുടെ നെർവ് എൻഡിങ്ങിനെ ഇറിറ്റേറ്റ് ചെയ്ത് പെയിൻ സിഗ്നൽ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിനാണ് നമ്മൾ എക്സസൈസ് കഴിയുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സോർനെസ് അല്ലെങ്കിൽ ഡോംസ് എന്നൊക്കെ പറയാറുള്ളത്. സോ ഈ മസിൽ ഡാമേജ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ടെൻഷന്റെ ഒപ്പം വരുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് പറയാം, ഒരു ടാഗ് അലോങ് എന്ന് നമുക്ക് പറയാം. ഇനി എങ്ങനെയാണ് മെക്കാനിക്കൽ ടെൻഷൻ ആക്ച്വലി മസിൽ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഹയർ ലെവൽസ് ഓഫ് മെക്കാനിക്കൽ ടെൻഷൻ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മുടെ സെൽസിൽ കോസ്റ്റാമിയേഴ്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ കോസ്റ്റാമിയേഴ്സിലുള്ള സെൽ റിസെപ്റ്റേഴ്സ് ലൈക്ക് ഇന്റഗ്രീൻ കോംപ്ലക്സ് മെക്കാനിക്കൽ സ്റ്റിമുലൈ സെൻസ് ചെയ്തിട്ട് ഒരു സീരീസ് ഓഫ് ബയോകെമിക്കൽ പ്രോസസ്സസ് സ്റ്റിമുലേറ്റ് ചെയ്ത് വിടാണ്. ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ പുതിയ മസിൽ സെൽ പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യാണ്. എന്നിട്ട് ഈ പുതിയ മസിൽ പ്രോട്ടീൻസ് നമ്മുടെ മസിൽ സെൽസിലേക്ക് ഇൻകോർപ്പറേറ്റഡ് ആവാണ്. ഇങ്ങനെയാണ് മെക്കാനിക്കൽ ടെൻഷൻ ആക്ച്വലി മസിൽ ഗ്രോത്തിൽ സഹായിക്കുന്നത്. ഇനി ബേസിക് ആയിട്ടുള്ള ലോജിക് വെച്ച് ഒന്ന് ആലോചിച്ചേക്കാം. ഡാമേജ് ആയിട്ടുള്ള മസിൽ സെൽസ് റീപെയർ ആവുമ്പോഴാണോ അതോ പുതിയ പ്രോട്ടീൻസ് മസിൽ സെൽസിലേക്ക് ഇൻകോർപ്പറേറ്റഡ് ആവുന്നതാണോ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് മെക്കാനിസം? സോ ഇഫ് യു ആർ ട്രൈങ് ടു ഗ്രോ മസിൽ, the goal should be to impose higher levels of mechanical tension and minimize muscle damage as much as possible. So ഇതെങ്ങനെയാ ചെയ്യണ്ടേ? Number 1, choose a load that is challenging enough. Number 2, stop chasing muscle soreness. ആൾക്കാർ സോർ ആവാത്തത് കൊണ്ട് അവരുടെ ട്രെയിനിങ് വോള്യം എക്സസൈസ് ആയിട്ട് സഡൻ ആയിട്ട് കൂട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.